സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 14 മുതൽ 18 വരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില എന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യത ഉണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കൊല്ലത്തു നിന്നും രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, കൊല്ലം, പുനലൂർ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അതാ പാലക്കാടും 40.1 ഡിഗ്രി സെൽഷ്യസ് പോലും ഈ മലമ്പുഴ ഡാം പരിസരങ്ങളിൽ രേഖപ്പെടുത്തി. അപ്പോൾ ഈ ചൂടിങ്ങനെ കൂടുകയാണ്. അതെ, ഏതാണ്ട് 36.5 ഡിഗ്രി ചൂടാണ് ഇന്ന് പുനലൂരിൽ രേഖപ്പെടുത്തിയത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിവരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ചാണെങ്കിൽ ഇത്രയേറെ ഡിഗ്രി ചൂട് പുനലൂരിലുണ്ട്. അതേസമയം 60% ഇന്ന് മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ചെറിയ ഒരു കൊടുങ്കാറ്റിന് ഒരു ഇടിമിന്നലോട് കൂടിയ ഒരു കാറ്റടിക്കാനും ഇടിമിന്നലോടുള്ള മഴ പെയ്യാനും സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നൽകുന്ന ഒരു മുന്നറിയിപ്പ്. കടലിൽ മത്സ്യത്തൊഴിലാളി പോകരുന്നോ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിപ്പോഴത്തെ ഒരു ചൂട് പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ കടലിലുണ്ട്. കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. തീരക്കടലിൽ ചൂട് കഠിനമായതോടെ ഈ മത്സ്യ കൂട്ടങ്ങൾ മുഴുവനും ആഴക്കടലിലേക്ക് പോയിട്ടുണ്ട്. ഉപരിതലത്തിൽ നല്ല താപനില ഉയർന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കടലിൻ്റെ ഉപരിതലത്തിൽ. അതുകൊണ്ട് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുടമകളൊക്കെ ഇപ്പോൾ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് പരമ്പരാഗത ബോട്ടുകൾ, ലക്ഷക്കണക്കിന് വരുന്ന പരമ്പരാഗത ബോട്ടുകൾ കേരളത്തിൽ ഉപരിതല മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്നു. അവരെ സംബന്ധിച്ച് ഉൾക്കടലിലേക്ക് ഈ മത്സ്യങ്ങൾ വലിഞ്ഞു പോകുന്നുണ്ട്. അതായത് തണുപ്പുള്ള പ്രദേശം നോക്കി മത്സ്യങ്ങൾ കൂട്ടത്തോടെ പോയി കഴിഞ്ഞാൽ മത്സ്യത്തിൻ്റെ ക്ഷാമത്തിനുള്ള സാധ്യത വളരെ കൂടും. അതേസമയം ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്നവരെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയില്ല. എന്നാലും സ്ഥിരമായി കിട്ടുന്ന മത്സ്യങ്ങളെന്നും ഇക്കുറി അതൊരു ക്ഷാമം വരാനാണ് സാധ്യത എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇതുവരെ ഈ നിമിഷം വരെ സൂര്യതാപം ഏറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. അതേസമയം കടുത്ത ഉഷ്ണക്കാറ്റ് അടിക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു സത്യം. അജിംഷാ, അത് മാത്രമല്ല, ഇതിനകത്തൊരു വിഷയം കൂടിയുണ്ട്. ചൂട് കൂടുന്നു, എല്ലാ മേഖലകളെയും, മത്സ്യബന്ധന മേഖലയെ അടക്കം എല്ലാ മേഖലകളെയും ബാധിച്ച കാര്യം കൃത്യമായി രാജ്കുമാർ വരച്ചിട്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഈ KSEBയുടേതാണ്. ഇപ്പോൾ KSEBയിൽ എന്താണ് 5933 മെഗാവാട്ടായി. ഏതാണ്ട് 67 കൂടെ ആയാൽ 6000 ആകും. 6000 മെഗാവാട്ട് കഴിഞ്ഞാൽ അത് പ്രതിസന്ധിയാണ് KSEBക്ക് സൃഷ്ടിക്കുന്നതെന്നാണ്. വൈദ്യുതി ഉപയോഗം കൂടുന്നു, സ്വാഭാവികമായി AC-യും ഫാനും ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അല്ലേ? അതും ഊർജ്ജ പ്രതിസന്ധിയാണ് രാജ്കുമാർ, അതുകൂടി ചേർക്കാം നമുക്ക്. അവധിക്കാലമാണല്ലോ, സ്വാഭാവികമായും ഈ വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കും, ഒരു സംശയവുമില്ല. അതിൽ കുട്ടികളുള്ള വീടുകളൊക്കെ ആണെങ്കിൽ എല്ലാ മുറികളും ഫാൻ ഓൺ ചെയ്ത് വെക്കും. ഈ പലരും ഈ ജനാലകൾ തുറന്നിടുന്നതിന് വലിയ വൈഷമ്യം കാണിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും മുമ്പിലും പുറകിലുമുള്ള വാതിലുകൾ തുറന്നിട്ടാൽ തന്നെ വായു സഞ്ചാരം കടക്കുന്നതിനും ചൂട് ഒരു പരിധിവരെ കുറയ്ക്കാൻ അത് സഹായിക്കും. ഇതെല്ലാ മുറികളിലും ലൈറ്റും ഫാനും ഇടുന്ന ഒരു ശീലം മിക്ക വീടുകളിലും കാണുന്നുണ്ട്. ഇതാണ് വൈദ്യുതി ഉപയോഗം കൂടാൻ ഒരു കാരണം. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ പാവുമ്പയിൽ ഒരു വീടിൻ്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന പാഴ്വസ്തുക്കളെല്ലാം കൂടെ ചൂട് പിടിച്ച് അതിന്ന് അവിടെ തീപിടിച്ചു. ആ വീട്ടിലെ ഫ്രിഡ്ജും അതുപോലെ തന്നെ മറ്റ് ഗൃഹോപകരണങ്ങളും ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് പോയിട്ടാണ് തീ അണക്കേണ്ടി വന്നത്. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അതായത് അങ്ങനെ കൂട്ടിയിടരുതല്ലേ, ഉണങ്ങിയ വസ്തുക്കൾ അങ്ങനെ വെയിൽ ഡയറക്റ്റ് കൊള്ളുന്ന സ്ഥലത്ത് കൂട്ടിയിടാൻ പാടില്ല അല്ലേ രാജ്കുമാർ? അതൊരു ബോധനം കൂടിയാണ്. അതെ, ഉറപ്പായും അതൊക്കെ നമുക്ക് ഫയർഫോഴ്സ് നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടാണ്. ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ മുമ്പ് മാത്രം സംഭവിച്ച ഒരു കാര്യമാണ് ഈ തീപിടുത്തം. പാവുമ്പയിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് അറിയിച്ചതാണ്. ആ വീട്ടിൽ മുകളിലത്തെ നിലയിലായിരുന്നു ഇത് സൂക്ഷിച്ച് വെച്ചിരുന്നത്. കഠിനമായ ചൂട് നിമിത്തം ആ മുറിക്കുള്ളിലുള്ള വായു സഞ്ചാരത്തിൻ്റെ കുറവ് ഇത് ഉൾപ്പെടെ ഈ വെന്റിലേഷൻ ഉള്ള വീടുകൾ താരതമ്യേന പല സ്ഥലങ്ങളിലും കുറവാണ്. AC മുറികളുള്ള വീടുകളാണെങ്കിൽ പകൽ സമയത്ത് AC ഉപയോഗിക്കില്ല, രാത്രി മാത്രമായിരിക്കും AC ഉപയോഗിക്കുക. വെന്റിലേഷനിലൂടെ എയർ സർക്കുലേഷൻ നന്നായി കുറയും. അതൊരു പ്രശ്നം. ഈ ജനാലകൾ മുഴുവനും തുറന്നിട്ട് കഴിഞ്ഞാൽ വായു കടന്ന് മറ്റൊരു ദിശയിലേക്ക് തെക്കൻ കാറ്റ് പോകാനുള്ള ഒരു സാധ്യത, അതിനുള്ള വഴി ഒരുക്കണം. വഴി ഒരുക്കിയാൽ മാത്രമേ ആ ചൂടിൻ്റെ ഒരു കാഠിന്യം കുറഞ്ഞു കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, ഇത് ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കുന്നതിനുള്ള സാധ്യത കൂടുന്നുണ്ട്. അത് വലിയ രോഗാവസ്ഥയിലേക്ക് പോകും. മാത്രമല്ല, ഈ ജനലുകൾ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ജനാലകൾ തുറന്നിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചൂട് കൂടിയതായതുകൊണ്ട് ഇഴജന്തുക്കൾ വീട്ടിനകത്തേക്ക് കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി കരുതണം, ജാഗ്രത വേണം അല്ലേ രാജ്കുമാർ?
അത് ഉറപ്പായും അത് ശ്രദ്ധിക്കണം. അത് ഇത്തരം കാര്യങ്ങൾ ഈ പലപ്പോഴും ഇത് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അറിയിപ്പായി പലപ്പോഴും വരുന്നതാണ്, നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ഒരാൾക്ക് ഒരു അനുഭവം ഉണ്ടായി 2-3 ദിവസത്തേക്ക് അതൊരു വാർത്തയാകും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പൊതുജനം ഇതെല്ലാം മറക്കുകയാണ് സാധാരണഗതിയിൽ പതിവ്. അവർ വീണ്ടും ഇതെല്ലാം ആവർത്തിക്കും. ഈ നെറ്റ് ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഈ കർട്ടൻ പോലെയുള്ള സംവിധാനങ്ങൾക്ക് പുറമെ നെറ്റുണ്ട്. ആ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊതുകും കയറില്ല, കാറ്റുള്ളിലേക്ക് കടക്കുകയും ചെയ്യും. വായു സഞ്ചാരത്തിനുള്ള സാധ്യത കൂടും. വായു സഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് പലതരത്തിലുള്ള അനാരോഗ്യങ്ങൾ ഉണ്ടെന്നുള്ള IMAയുടെ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ സൂചനയുമുണ്ട്. ശരി, രാജ്കുമാറും അധികം വെയിൽ കൊള്ളണ്ട, കാരണം ഈ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. അത് ഈ പുനലൂർ അടക്കമുള്ളിടത്ത് പ്രത്യേക അതുമായി ബന്ധപ്പെട്ട വല്ല ജാഗ്രതയുണ്ടോ രാജ്കുമാർ? ഈ പുനലൂരിൽ അവിടെ ഈ തൊഴിലാളികൾ, പ്രത്യേകിച്ച് തോട്ടം മേഖലയിലാണ് ഏറ്റവും വലിയ ചൂട് അനുഭവപ്പെടുന്നത്. രാത്രി കാലങ്ങളിൽ പോലും 30 ഡിഗ്രി ചൂട് അതേപടി നിൽക്കുന്നുണ്ട്. അവിടെ തെന്മലയിൽ അമ്പനാട് എസ്റ്റേറ്റ്, നമുക്കറിയാമല്ലോ തെക്കൻ കേരളത്തിലെ തേയിലത്തോട്ടങ്ങളാണ്. പൊന്മുടി പോലത്തെ ഉള്ള തേയിലത്തോട്ടമുള്ള സ്ഥലമാണ് തെന്മല, കിഴക്കൻ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയാണത്. ആ പശ്ചിമഘട്ടത്തിലാണ് ഈ ചൂട് ഇത്രയേറെ ഉയർന്നു നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്, അവിടെയും കഠിനമായ ചൂട് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ പശ്ചിമഘട്ടമാണ് ഒരു പരിധിവരെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള പലതരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളെ തടഞ്ഞു നിർത്തുന്നതും കേരളത്തിന് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ആവശ്യമായ മഴയും കാറ്റും തണുപ്പുമൊക്കെ ഉൾപ്പെടെ നൽകുന്നത്. അവിടെ ആ ഭാഗത്താണ് ഇപ്പോൾ ചൂട് അതികഠിനമായി നിൽക്കുന്നത്. അതുമാത്രമല്ല, പ്രത്യേകിച്ചൊരു കാര്യം, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വനപാലകർ ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ വേനൽ കടുത്തതോടെ ഈ വന്യമൃഗങ്ങൾ കൂട്ടത്തോട് ഈ ജലത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക്, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ധാരാളം വരുന്നുണ്ട്. അത് ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകുന്നുണ്ട്. വനപാലകർ അവിടെ ഇപ്പോൾ അവരുടെ റോന്ത് ചുറ്റലിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ ചൂട് കൂടുന്നതിൻ്റെ വിവിധ ആംഗിളുകളിലുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ചും പ്രശ്നങ്ങളെ സംബന്ധിച്ചുമാണ് രാജ്കുമാർ വിവരങ്ങൾ നൽകിയത്.